ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ട ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് താല്പര്യമുള്ളവർക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. പഠനസഹായി പ്രീ ബുക്കിംഗ് നടത്തിയ മുഴുവൻ ആളുകൾക്കും അയച്ചു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ പഠനസഹായി ഓർഡർ ചെയ്ത ആളുകൾക്കും അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പഠനസഹായി ആവശ്യമുള്ളവർ എത്രയും വേഗം തന്നെ ഓർഡർ ചെയ്യേണ്ടതാണ്. സ്ക്രീനിൽ നൽകിയിട്ടുള്ളത് ഗൂഗിൾ പേ നമ്പറാണ്. അതിൽ തന്നെയാണ് വാട്സപ്പും. 250 രൂപയാണ് പുസ്തകത്തിന്റെ വില, 50 രൂപ പോസ്റ്റൽ ചാർജ്. അങ്ങനെ 300 രൂപ ഗൂഗിൾ പേ ചെയ്ത് അഡ്രസ്സ് കൂടി അയച്ചാൽ എത്രയും വേഗം തന്നെ പഠനസഹായി അയച്ചു തരുന്നതായിരിക്കും. പ്രീ ബുക്കിംഗ് ചെയ്ത ആളുകളിൽ ഏതാനും ചില ആളുകളുടേത്, ചിലര് മറ്റു പലരുടെയും സഹായത്തോടു കൂടി ആയിരിക്കാം ഗൂഗിൾ പേ ചെയ്തത്. അതുകൊണ്ട് ഗൂഗിൾ പേ ചെയ്ത ആളുടെ ഫോൺ നമ്പർ ആയിരിക്കും ഞാൻ ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഏതാനും പേര് പൈസ അയച്ചിട്ടില്ല, പഠനസഹായി ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ശരിക്കും ആരാണോ പൈസ അയച്ചത് ആ ആൾക്ക് പഠനസഹായി കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കേസുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം എനിക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. ഒരു 4-5 ആളുടെ കേസ് അങ്ങനെ പെൻഡിങ് വച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാൻ അധ്യായം 9 എത്ര വാക്യങ്ങളുണ്ട്? 41. 2, യോഹന്നാൻ അധ്യായം 9 ആദ്യത്തെ തലക്കെട്ട് അന്ധനെ സുഖപ്പെടുത്തുന്നു. 3, അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. അവൻ ആര്? യേശു. 4, അവൻ യേശു കടന്നു പോകുമ്പോൾ കണ്ടതാരെ? ജന്മന അന്ധനായ ഒരുവനെ. 5, യേശു കടന്നു പോകുമ്പോൾ കണ്ട ഒരുവന്റെ പ്രത്യേകത എന്ത്? ജന്മന അന്ധനായിരുന്നു. 6, യോഹന്നാൻ അധ്യായം 9:2 ശിഷ്യന്മാർ യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? റബ്ബി. 7, ജന്മന അന്ധനായ ഒരുവനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത് എന്ത്? റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? 8, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? ആര് ആരോട് ചോദിച്ചു? ശിഷ്യന്മാർ യേശുവിനോട്. 9, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. 10, ആരുടെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ അന്ധനായി ജനിച്ചത് എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? ദൈവത്തിന്റെ. 11, എന്ത് ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ അന്ധനായി ജനിച്ചത് എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? ദൈവത്തിന്റെ പ്രവൃത്തികൾ. 12, എന്നെ അയച്ചവന്റെ എന്ത് പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? പ്രവൃത്തികൾ. 13, ആരുടെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു? എന്നെ അയച്ചവന്റെ. 14, എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ എപ്പോൾ വരെ നാം ചെയ്യേണ്ടിയിരിക്കുന്നു? പകലായിരിക്കുവോളം. 15, എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം ചെയ്യേണ്ടിയിരിക്കുന്നത് ആര്? നാം. 16, എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത്? ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. 17, ആർക്കും എന്തു ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു എന്നാണ് യേശു പറയുന്നത്? ജോലി ചെയ്യാൻ. 18, ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത എന്തു വരുന്നു എന്നാണ് യേശു പറയുന്നത്? രാത്രി. 19, എവിടെയായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നാണ് യേശു പറയുന്നത്? ലോകത്തിലായിരിക്കുമ്പോൾ. 20, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ എന്തിന്റെ പ്രകാശമാണ് എന്നാണ് യേശു പറയുന്നത്? ലോകത്തിന്റെ. 21, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ എന്താണ് എന്നാണ് യേശു പറയുന്നത്? പ്രകാശം. 22, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്
എന്ന് പറഞ്ഞിട്ട് യേശു എന്താണ് ചെയ്തത്? അവൻ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശി. 23, യേശു എന്തുകൊണ്ടാണ് ചെളിയുണ്ടാക്കി അന്ധന്റെ കണ്ണുകളിൽ പൂശിയത്? തുപ്പൽ കൊണ്ട്. 24, യേശു തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി ആരുടെ കണ്ണുകളിലാണ് പൂശിയത്? അന്ധന്റെ. 25, യേശു നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞതെന്ത്? നീ പോയി സിലോഹ, അയക്കപ്പെട്ടവൻ എന്ന അർത്ഥം, കുളത്തിൽ കഴുകുക. 26, സിലോഹ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? അയക്കപ്പെട്ടവൻ. 27, നീ പോയി സിലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ചെയ്തതെന്ത്? അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. 28, അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നപ്പോൾ അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞതെന്ത്? ഇവൻ തന്നെയല്ലേ അവിടെയിരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ. 29, ഇവൻ തന്നെയല്ലേ അവിടെയിരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ എന്ന് ചോദിച്ചതാര്? അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും. 30, ഇവൻ തന്നെയല്ലേ അവിടെയിരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ എന്ന് അയൽക്കാരും മുമ്പ് അവനെ യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞതെന്ത്? ഇവൻ തന്നെ. 31, ഇവൻ തന്നെയല്ലേ അവിടെയിരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ എന്ന് അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞപ്പോൾ മറ്റു ചിലർ പറഞ്ഞതെന്ത്? അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. 32, ഇവൻ തന്നെയെന്ന് ചിലരും അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് മറ്റു ചിലരും പറഞ്ഞപ്പോൾ അന്ധനായിരുന്ന കാഴ്ച ലഭിച്ചവൻ പറഞ്ഞതെന്ത്? ഞാൻ തന്നെ. 33, ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ അവനോട് ചോദിച്ചതെന്ത്? എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? 34, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് എന്ന് അവർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ത്? യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി. സിലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. 35, ആര് ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി എന്നാണ് അവൻ അവരോട് പറഞ്ഞത്? യേശു എന്നു പേരുള്ള മനുഷ്യൻ. 36, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി. എവിടെ പോയി കഴുകുക എന്ന് പറഞ്ഞു എന്നാണ് അവൻ അവരോട് പറഞ്ഞത്? സിലോഹായിൽ. 37, ഞാൻ പോയി കഴുകി, എനിക്ക് എന്ത് ലഭിച്ചു എന്നാണ് അവൻ അവരോട് പറഞ്ഞത്? കാഴ്ച. 38, എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചു. അവൻ ആര്? യേശു എന്നു പേരുള്ള മനുഷ്യൻ. 39, എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചപ്പോൾ കാഴ്ച ലഭിച്ചവൻ പറഞ്ഞ മറുപടി എന്ത്? എനിക്കറിഞ്ഞുകൂടാ. 40, മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ആരുടെ അടുത്താണ് കൊണ്ടുചെന്നത്? ഫരിസേയരുടെ. 41, അവർ ഫരിസേയരുടെ അടുത്ത് കൊണ്ടുചെന്നത് ആരെ? മുമ്പ് അന്ധനായിരുന്ന അവനെ. 42, യേശു ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകൾ തുറന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്ത്? ഒരു സാബത്ത് ദിവസമായിരുന്നു. 43, എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് വീണ്ടും അവനോട് ചോദിച്ചതാര്? ഫരിസേയർ. 44, വീണ്ടും ഫരിസേയർ അവനോട് എങ്ങനെ കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്ത്? അവൻ എന്റെ കണ്ണുകളിൽ ചെളി പുരട്ടി, ഞാൻ കഴുകി, ഞാൻ കാണുകയും ചെയ്യുന്നു. 45, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല എന്ന് പറഞ്ഞതാര്? ഫരിസേയരിൽ ചിലർ. 46, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് ഫരിസേയരിൽ ചിലർ പറയാൻ കാരണം എന്ത്? അവൻ സാബത്ത് ആചരിക്കുന്നില്ല. 47, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല എന്ന് ഫരിസേയരിൽ ചിലർ പറഞ്ഞപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതെന്ത്? പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? 48, ആർക്ക് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് മറ്റു ചിലർ പറഞ്ഞത്? പാപിയായ ഒരു മനുഷ്യന്. 49, പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ എന്തു ചെയ്യാൻ കഴിയും എന്നാണ് മറ്റു ചിലർ പറഞ്ഞത്? ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ. 50, അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. ആരുടെ ഇടയിൽ? ഫരിസേയരുടെ. 51, അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ഫരിസേയർ ചോദിച്ചു. എപ്പോൾ? അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടായപ്പോൾ. 52, അപ്പോൾ അവർ ആ അന്ധനോട് വീണ്ടും ചോദിച്ചത് എന്ത്?
അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു? 53. അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു എന്ന് ഫരിസേയർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ത്? അവൻ ഒരു പ്രവാചകനാണ്. 54. അവനൊരു പ്രവാചകനാണ്. ഇങ്ങനെ യേശുവിനെ പറ്റി സാക്ഷ്യപ്പെടുത്തിയതാര്? കാഴ്ച ലഭിച്ച അന്ധൻ. 55. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം വിശ്വസിക്കാതിരുന്നതാര്? യഹൂദർ. 56. കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം യഹൂദർ വിശ്വസിക്കാതിരുന്നത് എന്ത്? അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും. 57. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും യഹൂദർ വിശ്വസിക്കാതിരുന്നത് ആരെ വിളിച്ച് ചോദിക്കുവോളമാണ്? കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ. 58. കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് യഹൂദർ ചോദിച്ചത് എന്തെല്ലാം? അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവൻ ഇപ്പോൾ കാണുന്നത്? 59. എങ്ങനെ ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ എന്നാണ് യഹൂദർ കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരോട് ചോദിച്ചത്. അന്ധനായി. 60. അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആര് ഇവനാണോ എന്നാണ് യഹൂദർ കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരോട് ചോദിച്ചത്. നിങ്ങളുടെ മകൻ. 61. അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവൻ ഇപ്പോൾ കാണുന്നത് എന്ന ഫരിസേയരുടെ ചോദ്യത്തിന് അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞ മറുപടി എന്ത്? അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുവിൻ. അവന് പ്രായമായല്ലോ, തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. 62. അവന്റെ മാതാപിതാക്കന്മാർക്ക് എന്തറിയാം എന്നാണ് അവർ പറയുന്നത്? അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും. 63. എന്ത് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നാണ് അവന്റെ മാതാപിതാക്കന്മാർ യഹൂദരോട് പറഞ്ഞത്? ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും. 64. ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും ആരോട് ചോദിക്കുവിൻ എന്നാണ് അവന്റെ മാതാപിതാക്കന്മാർ പറയുന്നത്? അവനോട് തന്നെ. 65. അവനോട് തന്നെ ചോദിക്കുവിൻ എന്ന് മാതാപിതാക്കന്മാർ പറയുന്നതിന്റെ ന്യായമെന്ത്? അവന് പ്രായമായല്ലോ. 66. അവനോട് ചോദിക്കുവിൻ, അവന് പ്രായമായല്ലോ, തന്നെക്കുറിച്ച് അവൻ തന്നെ പറയുമെന്ന് അവന്റെ മാതാപിതാക്കന്മാർ പറയാൻ കാരണമെന്ത്? യഹൂദരെ ഭയന്ന്. 67. അവന്റെ മാതാപിതാക്കന്മാർ യഹൂദരെ ഭയക്കുന്നതിന് കാരണമെന്ത്? യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. 68. യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന യഹൂദരുടെ തീരുമാനത്തെ ഭയന്ന് അവന്റെ, അതായത് കാഴ്ച ലഭിച്ച അന്ധന്റെ മാതാപിതാക്കന്മാർ പറയുന്നത് എന്ത്? അവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിക്കുവിൻ. ഇങ്ങനെ 68 ചോദ്യങ്ങളാണ് യോഹന്നാൻ 9-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടാം ഭാഗം ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.